10ാം ക്ലാസ്സിലെ ജീവൻ്റെ ജനിതകം ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന പാഠം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ നോക്കാൻ പോവാണ്. DNA, RNA, ജീന്, പിന്നെ ജനിതക രോഗങ്ങൾ, പിന്നെ മെൻ്റൽ പരീക്ഷണം, തോട്ടപ്പയറിൽ നടത്തിയ പരീക്ഷണങ്ങൾ, പാരമ്പര്യം, വ്യതിയാനം ഒക്കെയാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. 2020 കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം കിട്ടിയത് രണ്ടാൾക്കാണ്. ജെന്നിഫർ എഡൌഡ്ന, എമ്മാനുവൽ കാർപ്പൻറ്റിയർ. ഇവർക്ക് നോബൽ സമ്മാനം കിട്ടിയത് DNA ജീനുകളിൽ വരുത്തിയ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ക്രിസ്പർ കാസ്9 എന്ന സാങ്കേതികവിദ്യ കണ്ടെത്തി. അതിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്. DNA ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ഇനി DNA സ്ഥാനമാണ് നോക്കാൻ പോണത്. ഒരു കോശത്തിൽ ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഒരുപാട് ക്രോമാറ്റിൻ ജാലികയൊക്കെ കണ്ടിട്ട് വലക്കണ്ണികൾ പോലെ. ആ വലക്കണ്ണികളിലാണ് ക്രോമസോമുകൾ ഉള്ളത്. കണ്ടോ, ഇവിടെ കോശം, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ക്രോമസോമിൻ്റെ ഒരു വാലറ്റത്ത് കണ്ടോ, ഈ ക്രോമസോമിൻ്റെ അറ്റത്താണ് DNA സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് DNA ഘടന എന്താണെന്ന് നോക്കാം. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ് DNA ഘടന ചുറ്റുഗോവണി മാതൃകയാണെന്ന് പറഞ്ഞത്. ഡബിൾ ഹെലിക്സ് മോഡൽ. ഇതിന് കാരണമായത് റോസലിൻഡ് ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസ് ഇവർ രണ്ടാളും കൂടെ ഒരു എക്സ്റേ പഠനം നടത്തി. ആ പഠനത്തിൽ ഒരു ചിത്രം എടുത്തു. അതാണ് ഫോട്ടോ 51. ഈ ഫോട്ടോ 51 നോക്കി അതിൽ നടത്തിയ പഠനങ്ങളിൽ നിന്നാണ് വാട്സണും ക്രിക്കിനും ചുറ്റുഗോവണി മാതൃകയാണ് DNA ഷേപ്പ് എന്ന് മനസ്സിലായത്. 1958 റോസലിൻ ഫ്രാങ്ക്ലിൻ മരിച്ചതോടുകൂടി പിന്നെ DNA ചുറ്റുഗോവണി മാതൃക കണ്ടെത്തിയതിന് 3 ആൾക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത്. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും മോറിസ് വിൽക്കിൻസിനും. അത് 1962 മെഡിസിനുള്ള നോബൽ സമ്മാനമാണ് ലഭിച്ചത്. 1962 മെഡിസിനുള്ള നോബൽ ലഭിച്ച 3 ആളുകളാണുള്ളത്. ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കിൻസ്. ഇതിൽ ജെയിംസ് വാട്സൺ മരിക്കുന്നത് ഇപ്പോൾ 2025 നവംബർ 6 മരിച്ചത്. ഇപ്പോൾ അടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് പെട്ടെന്ന് ഈ DNA ഘടന എന്താണെന്ന് നോക്കാം. 2 ഇഴകളും പടികളുമായിട്ടുള്ള ഡബിൾ ഹെലിക്സ് മോഡലിലാണ് DNA ഉള്ളത്. അതിൽ ഇഴകൾ രൂപപ്പെട്ടിട്ടുള്ളത് പഞ്ചസാരയും ഫോസ്ഫേറ്റും തന്മാത്രകൾ ചേർന്നിട്ടാണ്. പടികൾ രൂപപ്പെട്ടത് നൈട്രജൻ ബേസ് ജോഡി ചേർന്നിട്ടാണ്. ഇനി പറഞ്ഞുതരാം. ഈ നീല കളറിൽ കാണുന്നതാണ് ഈ കുഞ്ഞു വീടിൻ്റെ ഷേപ്പിൽ കാണുന്ന പഞ്ചഭുജമാണ് പഞ്ചസാര തന്മാത്ര. ഈ കുഞ്ഞു വീട്ടിൽ കത്തി നിൽക്കുന്ന ബൾബാണ് ഫോസ്ഫേറ്റ് തന്മാത്ര. ഇനി ഇതിൻ്റെ ഇടയിൽ കാണുന്ന ലെറ്റേഴ്സ് അതാണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസുകൾ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ നീല വീട്ടിലെ ഫോസ്ഫേറ്റ് ബൾബ്, പിന്നെ ഈ നീല വീട്ടിൽ 2 കുട്ടികളുണ്ട്. അവരാണ് ഗ്വാനിനും സൈറ്റോസിനും. ഇവർ എപ്പോഴും തമ്മിലടിയാണ്. അപ്പോൾ ഗ്വാനിനും സൈറ്റോസിനും തമ്മിലടി പറഞ്ഞാൽ അഡിനിൻ, തൈമിൻ, പിന്നെ ഗ്വാനിൻ, സൈറ്റോസിൻ. പഞ്ചസാര വീടും ഫോസ്ഫേറ്റ് ബൾബും പിന്നെ ഏതെങ്കിലും ഒരു നൈട്രജൻ ബേസും കൂടെ ചേർന്നതാണ് ന്യൂക്ലിയോടൈഡ്. ഈ ഫോസ്ഫേറ്റ് തന്മാത്രയാണ് ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നത്. നൈട്രജൻ അടങ്ങിയ ആൽക്കലി സംയുക്തമാണ് നൈട്രജൻ ബേസ്. അഡിനും, തൈമിനും, ഗ്വാനിനും, സൈറ്റോസിനും. DNAക്ക് 2 ഇഞ്ച് 5 സെൻറ്റിമീറ്റർ നീളമാണുള്ളത്. DNA വലിപ്പത്തിനെ കുറിച്ചാണ്. പിന്നെ ഇത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ക്രോമസോമിലുള്ളത് DNAയും ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീനുകളുമാണ്. അതാണ് ക്രോമസോമിൽ മുഖ്യമായിട്ടുള്ളത്. ഈ ചിത്രത്തിൽ കാണുന്ന റോസ് നിറത്തിലുള്ള ഒരു ബോളിനെയാണ് നമ്മൾ ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയുക. അങ്ങനത്തെ 8 ബോളുകൾ ഒരുമിച്ച് ചേർന്നതിനെയാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്നത്. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന് ഈ വയലറ്റ് നിറത്തിലുള്ള ഈ DNA ഇഴ വലയം ചെയ്ത് ചുറ്റി കാണപ്പെടുന്ന ഈ ഒരു ഘടനേനെയാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. ഒരു റോസ് ബോളാണെങ്കിൽ ഹിസ്റ്റോൺ പ്രോട്ടീൻ, അത് 8 ഉണ്ടെങ്കിൽ ഹിസ്റ്റോൺ ഒക്ടാമർ, അതിന് DNA ഇഴ വലയം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെ ഈ DNA ഒരുപാട് DNA ഹിസ്റ്റോൺ ഒക്ടാമറുകൾ കൂടിച്ചേർന്നാണ് ക്രോമസോം ഘടന ഉണ്ടാവുന്നത്. ക്രോമസോമിൻ്റെ മധ്യഭാഗത്ത് കാണുന്നത് സെൻട്രോമിയർ, അതിൻ്റെ അറ്റങ്ങൾ അതാണ് ക്രോമാറ്റിഡ്.